ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ പയ്യോളി ടൗണിൻ്റെ ഹൃദയഭാഗത്ത് NH66 ചേർന്ന് പയ്യോളി ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന അടിപൊളി ഒരു ബിൽഡിംഗ് സൈറ്റ് 90 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ ചില പ്രോപ്പർട്ടിക്ക് അതുപോലെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ പരസ്യം ചെയ്ത് കണ്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ കാണുന്ന നമ്മളെ നമ്പറിൽ വിളിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ പ്ലോട്ടിൻ്റെ 3 സൈഡിൽ കൂടി റോഡ് സൗകര്യം ഉണ്ടോ. പിന്നെ ഇതാക്കണം ഈ കാണുന്ന പയ്യോളി ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. പയ്യോളി മുനിസിപ്പാലിറ്റിയിൽ പെട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇനി നമുക്ക് സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിലും അതുപോലെ നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളും മൊത്തത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പോയി കാണാം. നമുക്ക് NH ആണ് കാണുന്നത്. അതിൻ്റെ തൊട്ട് താഴെ സർവീസ് റോഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ബസ് സ്റ്റാൻഡാണ് കാണുന്നത്. ഈ ഒരു സൈഡ് താഴെ ഫുള്ള് ഓപ്പൺ ആണ്. നമ്മുടെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിലാക്കണേ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മളെ സ്ഥലം കിടക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ വരാനുള്ള വഴി സൗകര്യം എന്ന് പറഞ്ഞാൽ ഈ റോഡ് വരുന്നത് വടകരന്ന് വരുന്നതാണ്. വടകരയിൽ നിന്ന് ഏകദേശം ഒരു 17 കിലോമീറ്റർ ദൂരമാണ് കേട്ടോ. ഇത് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൊയിലാണ്ടി കോഴിക്കോടൊക്കെ പോകുന്നതാണ്. കൊയിലാണ്ടിക്ക് ഏകദേശം ഒരു 13 കിലോമീറ്ററും അതേമാതിരി തന്നെ കോഴിക്കോടിന് ഒരു 39 കിലോമീറ്റർ ദൂരമാണ് കേട്ടോ. നമുക്ക് ഈ ഒരു സർവീസ് റോഡ് ഫ്രണ്ടേജ് നമുക്ക് ഏകദേശം 25 മീറ്റർ വരുന്നുണ്ട്. ഈ ഒരു സൈഡ് നമുക്ക് ഫ്രണ്ടേജ് അതിൽ എൻഡ് ഇവിടം വരെയാണ് വരുന്നത് കേട്ടോ. ഇനി ഇത് മാത്രമല്ല നമുക്ക് നമ്മളെ പ്ലോട്ടിൻ്റെ ആ സൈഡിൽ കൂടി റോഡുണ്ട്, അപ്പുറത്ത് ആ സൈഡിൽ കൂടി റോഡുണ്ട്. മൊത്തം 3 സൈഡിൽ കൂടി റോഡ് സൗകര്യം ഉണ്ട്. ഇനി വരെ നമുക്ക് അതും കൂടി ഒന്ന് പോയിട്ട് കാണാം. കണ്ണായ സ്ഥലം പയ്യോളി ടൗണിൻ്റെ ഹൃദയഭാഗത്തുള്ള കണ്ണായ സ്ഥലമാണ് കേട്ടോ. കയ്യിൽ കായുടെ മേടിച്ചിടാൻ നോക്കിക്കോളി ചങ്കാളെ. നമ്മളെ പ്ലോട്ടിൻ്റെ സൈഡിൽ കൂടെയുള്ള 2ാമത്തെ റോഡാണ് ഈ കാണുന്നത്. ഈ റോഡ് നമുക്ക് പേരാമ്പ്രയ്ക്ക് പോണതാണ്. പേരാമ്പ്രയ്ക്ക് ഏകദേശം 18 കിലോമീറ്റർ ദൂരം കേട്ടോ. ഈ കാണുന്ന ബിൽഡിംഗ് കഴിഞ്ഞിട്ടുള്ള അടുത്ത പ്ലോട്ടാണ് നമ്മളെ സ്ഥലം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ സൈഡിൽ കൂടെ ഉള്ള ഫ്രണ്ടേജ് അതിലും കൂടി ഒന്ന് പോയിട്ട് കാണാം. ആ പോയേക്കാം. ഫുള്ള് തിരക്കാണ്. നമുക്ക് ഈ റോഡ് സൈഡിനുള്ള ഫ്രണ്ടേജ് അതിലും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാക്കണേ നമുക്ക് ഈ ഒരു സൈഡ് ഫ്രണ്ടേജ് അതിൽ തുടങ്ങുന്നതാ. ഈ ഒരു മതിൽക്കെട്ടിൻ്റെ ഇവിടെ നിന്നാണ് നമുക്ക് ഫ്രണ്ടേജ് അതിൽ തുടങ്ങുന്നത് കേട്ടോ. ഈ ഒരു സൈഡ് നമുക്ക് ഏകദേശം ഒരു 30 മീറ്ററോളം നമുക്ക് ഇതേപോലെ റോഡ് ഫ്രണ്ടേജ് തന്നെ വരുന്നുണ്ട്. ഇവിടെ നോക്കിയാണെങ്കിൽ നിങ്ങൾ ഫുള്ള് ചുറ്റുപാട് ഇഷ്ടം പോലെ ഫുള്ള് ബിൽഡിങ്ങുകളാണല്ലോ കേട്ടോ. ഇനിയിപ്പോൾ പയ്യോളി ടൗണിൻ്റെ ഹൃദയഭാഗത്തൊക്കെ ഇതേമാർക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ആവശ്യങ്ങൾക്ക് ബിൽഡിങ്ങൊക്കെ ആക്കണമൊക്കെ ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് പ്ലോട്ട് തന്നെയാണ്. അത്യാവശ്യം 30 മീറ്റർ നമുക്ക് ഈ ഒരു സൈഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട്. നമുക്ക് ഏകദേശം ഇവിടുത്തെ ഫ്രണ്ടേജ് അതിൽ എൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടം വരെയാണ് വരുന്നത് കേട്ടോ. ഈ ഒരു മതിൽക്കെട്ടിൻ്റെ ഇവിടം വരെയാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് അതിൽ എൻഡ് വരുന്നത്. ഇനി നമുക്ക് പ്ലോട്ടിലേക്ക് പോയിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പോയിട്ട് നോക്കട്ടെ. വണ്ടികൾ ഇതാക്കണം ചറ പറ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇനി വരെ നമുക്ക് പോയി നോക്കാം. അപ്പോഴേ നമ്മളിപ്പോൾ പ്ലോട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. പ്ലോട്ട് എന്ന് പറഞ്ഞാൽ നല്ല കിണ്ണം കാച്ച മുതൽ സ്ഥലമാണ്. ഈ ഒരു സൈഡ് നമുക്ക് ഇതാക്കണേ പയ്യോളി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഓപ്പോസിറ്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഈ സൈഡ് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടാണ് 30 മീറ്റർ ഫ്രണ്ടേജ് ഉള്ളത് നമ്മൾ നേരത്തെ കാണിച്ചതാണ് കേട്ടോ. ഇനി ഇങ്ങോട്ട് വരും നമ്മൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങേ തല വരെ തെളിഞ്ഞ് കാണാം നമുക്ക്. അങ്ങനത്തെ നല്ല ലെവലായിട്ട് കിടക്കുന്ന പ്ലോട്ടാണ് കേട്ടോ. ഈ ഒരു സ്ഥലം മൊത്തം 90 സെൻറ്റ് സ്ഥലം. അത് നിങ്ങൾക്ക് മുഴുവനായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനിയിപ്പോൾ അതല്ല പ്ലോട്ടുകളായിട്ടാണ് വേണ്ടത് വെച്ചെങ്കിൽ നിങ്ങൾക്ക് 30 സെൻറ്റ് 35 സെൻറ്റ് 25 സെൻറ്റ് അങ്ങനെ പ്ലോട്ടുകളായിട്ടും എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇവിടെ വന്നൊക്കെയാണെങ്കിൽ പ്ലോട്ടിനകത്താണ് കുറച്ച് പ്ലാവ്, കുറച്ച് മാവ്, അങ്ങനെ അത്യാവശ്യം നല്ല പഴക്കമുള്ള വലിയ മാവുകളും പ്ലാവും തന്നെയാണ് അല്ലേ. കറണ്ടിന്റെ കണക്ഷൻ എടുക്കാനുള്ള സൗകര്യത്തിന് ഇലക്ട്രിക് പോസ്റ്റ് നമുക്ക് പ്ലോട്ടിൽ കൂടെ തന്നെ പോകുന്നുണ്ട്. അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട്. പിന്നെ ആ കാണുന്നത് NH66 ആണ് ഇപ്പൊ നിങ്ങളാ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെന്താ പറയുക, ഇടയ്ക്ക് കുറച്ച് തെങ്ങുകളും കാര്യങ്ങളൊക്കെ ഈ മരങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്ക് നല്ല നല്ല ബിൽഡിങ്ങുകൾ, ഹോസ്പിറ്റൽ അങ്ങനെയുള്ള ബിസിനസ് പരമായ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാൻ പറ്റിയ കിണ്ണം കാച്ച മുതലാണ്. വന്നാൽ ഞങ്ങൾ എടുക്കാൻ പോകൂല, അജാതി മുതലാണ്. അതായത് പയ്യോളി ടൗണിന്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. നല്ലൊരു ബിൽഡിങ്ങിനൊക്കെ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കാൻ നിൽക്കണ്ട, പെട്ടെന്ന് ചാടി പോന്നോളില്ലേ. കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയ മുതൽ സ്ഥലമാണ്. ഈ ജാതി മുതൽ കിട്ടും നിങ്ങൾക്ക് എവിടെയില്ല. അതും ടൗണിനോട് NH-നോടൊക്കെ ചേർന്നുകാണ്ട് വരും. നമുക്ക് അങ്ങോട്ട് കൂടി പോയിട്ട് കാണിച്ചു കൊടുക്കല്ലേ? കാണിച്ചു കൊടുക്കാം. അപ്പോൾ അതാണ് നമ്മളെ സ്ഥലം ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ. തൊട്ടടുത്ത് ഇങ്ങോട്ട് ആ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. വീടുകളാക്കാം. ടൗണിനോട് ചേർന്ന് വീട് വെക്കണമെങ്കിൽ വീട് വെക്കാം. ഇനിയിപ്പോൾ അല്ല ബിൽഡിങ്ങിൻ്റെ ആവശ്യത്തിനാണ് നിങ്ങൾക്ക് സ്ഥലം വേണ്ടിച്ച് ബിൽഡിങ്ങിൻ്റെ ആവശ്യത്തിന് അങ്ങനെ എടുക്കാം. ഹോസ്പിറ്റല് അതുപോലെ എന്താ പറയുക അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഏകദേശം ഒരു സെൻറ്റർ ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. വെള്ളമൊക്കെ കിട്ടുന്ന കേട്ടോ. അടുത്ത് കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളത്തിനൊന്നൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ നടന്ന് കാണിച്ചു കേട്ടോ. നമ്മൾ പറമ്പിൽ കൂടെ ഫുള്ള് നടന്നിട്ട് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാണ്. പിന്നെ എന്താ പറയുക, നമുക്കിവിടെ അടുത്ത് പയ്യോളി ബസ് സ്റ്റാൻഡിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും ഇവിടേക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ. വളരെ അടുത്താണ്. ബസ് സ്റ്റാൻഡ് നേരെ മുന്നിൽ തന്നെ. അതന്നെ നേരെ മുന്നിൽ തന്നെയാണ് ബസ് സ്റ്റാൻഡ് വരുന്നത്.
നല്ല ലെവലായിട്ട് വാട്ടർ ലെവലിൽ കിടക്കുന്ന പ്ലോട്ട് തന്നെയാണ്. അതെ. ഇനി നമുക്ക് ആ സൈഡിൽ കൂടെ റോഡ് ഇട്ടാൽ നമുക്ക് ലാസ്റ്റ് കാണിച്ചു കൊടുക്കാം. മുനിസിപ്പാലിറ്റി റോഡിലെ മുനിസിപ്പാലിറ്റി റോഡാണത്. അത് കുറച്ച് കണ്ട് കാണിച്ചു കൊടുക്കാൻ പോയി ലാസ്റ്റ്. ഇപ്പം ഇതാണ് നമ്മളെ പ്ലോട്ടിൻ്റെ ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കുറച്ചിങ്ങോട്ട് ബാക്ക് സൈഡിലോട്ട് ഈ ഒരു ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മഴയാണ്, അവിടെ ചെറിയ രീതിയിൽ കാടുണ്ട്. ഇതൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് തെളിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കിടുവാണ് കേട്ടോ. സൈറ്റ് സ്ഥലമാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളെ സ്ഥലത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഡീറ്റെയിൽ കേട്ടോ. ഞാൻ ആ ഭാഗം പോയിട്ട് ആ റോഡും സൗകര്യം കാണിച്ചു കൊടുക്കാം. നമുക്ക് അങ്ങോട്ടും പോയി കാണിച്ചു കൊടുക്കാം. ഇനി മൂന്നാമത്തെ റോഡും കൂടിയും കാട്ടിത്തരാം കേട്ടോ. അതായത് നമ്മളെ പ്ലോട്ടിൻ്റെ സൈഡിൽ കൂടെ ഉള്ള മൂന്നാമത്തെ റോഡും കൂടിയും കാണിച്ചു തരാം. വാ, നമുക്ക് ഇതിലാണ് പോകേണ്ടത്. ഈ കാണുന്ന റോഡിനാണ് പോകേണ്ടത് കേട്ടോ. ഇങ്ങോട്ട് വരി. ഇത് നമുക്ക് മുനിസിപ്പാലിറ്റി റോഡാണ്. ഇതാ ഈ കാണുന്നതാണ് റോഡ്. ഇത് മുനിസിപ്പാലിറ്റി റോഡാണ്. PNK കുഞ്ഞിരാമൻ മാസ്റ്റർ റോഡ്. ഇതിനാണ് നമുക്ക് വരേണ്ടത് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടേജ് അതിര്, ഈ സൈഡത്തെ അതിര് എന്ന് പറഞ്ഞാൽ നമുക്കിതാ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ മതിൽക്കെട്ടിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമുക്ക് സ്ഥലമുള്ളത്. ഈ ഒരു സൈഡ് നമുക്ക് ഫ്രണ്ടേജ് ഏകദേശം 36 മീറ്റർ ഫ്രണ്ടേജ് അതിര് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണേ ചുറ്റുഭാഗം കണ്ടില്ല, ഫുള്ള് ബിൽഡിങ്ങുകളാണ് മൊത്തത്തിൽ. നമ്മുടെ പ്ലോട്ടിൻ്റെ ചുറ്റുഭാഗത്തും ഇതേമാതിരിക്ക് ഫുള്ള് ബിൽഡിങ്ങുകളാണ്. നിങ്ങൾക്ക് ഇതേമാതിരിക്ക് എന്തെങ്കിലും ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ തുടങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്ഥലമൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പയ്യോളി ടൗണിനോട് ചേർന്നിട്ടൊക്കെ ഉള്ള സ്ഥലങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു മുതലാണിത്. ഈ ഒരു സൈഡ് ഫ്രണ്ടേജ് അതിൻ്റെ എൻഡ് നമുക്ക് ഏകദേശം ഇവിടം വരെയാണ് വരുന്നത് കേട്ടോ. അതാ ഇവിടം വരെയാണ് ഫ്രണ്ടേജ് അതിന് എൻഡ് വരുന്നത്. പിന്നെ അങ്ങോട്ടൊക്കെ ഫുള്ള് കടകളും ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മൾ ഈ സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ അറിഞ്ഞാൽ കേട്ടോ. സ്ഥലമൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നു. സ്ഥലം വരുന്നത് നമ്മളെ കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ടൗണിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലോട്ടിന് ഇന്ന് ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെൻറ്റിന് 29.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണമെന്നൊക്കെ താല്പര്യമെങ്കിൽ താഴെ ഓണറുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഡയറക്റ്റ് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ നമ്പർ 9895 18 18 86 ഈ ഒരു സ്ഥലത്തിൻ്റെ എന്ത് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ ഓണറുടെ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അറിവിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേഷൻ ആരെങ്കിലും ഇതേപോലെ ഈ ഒരു ബിൽഡിംഗ് സൈറ്റുകളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവരുടെ വാട്സപ്പ്, ഫേസ്ബുക്ക് അക്കൗണ്ടിലോട്ടൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം അല്ലേ. ഷെയർ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും വരാം അല്ലേ. ബൈ ബൈ.